മഴക്കെടുതി നേരിടാൻ സംസ്ഥാനം സജ്ജമാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലവിൽ 16 ക്യാമ്പുകളിലായി 457 ആളുകളാണുള്ളത്. 6 ലക്ഷത്തോളം ആളുകളെ പാർപ്പിക്കാനുള്ള 4000 ക്യാമ്പുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായിട്ടുള്ളത് KSEBക്കാണ്. സംസ്ഥാനത്ത് 5 ദിവസം കൂടി മഴ തുടരുമെന്നും 29, 30 തീയതികളിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി പറഞ്ഞു. ഇതുവരെ 586 വീടുകൾ ഭാഗികമായും 21 വീടുകൾ പൂർണ്ണമായും തകർന്നുവെന്നാണ് പ്രാഥമിക വിവരമെന്നും മന്ത്രി വ്യക്തമാക്കി. പരക്കെ പെയ്ത മഴയ്ക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് മരങ്ങൾ കടപുഴകി വീഴുകയും അത് പലപ്പോഴും വിവിധങ്ങളായിട്ടുള്ള വീടുകളുടെ മീതെ വരികയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള സ്ഥിതി കാണാനുണ്ട്. പ്രാഥമികമായിട്ടുള്ള കണക്കുകൾ വിലയിരുത്തുമ്പോൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 586 വീടുകൾ ഭാഗികമായും 21 വീടുകൾ പൂർണ്ണമായും തകർന്നു എന്ന കണക്കാണ് ഇന്നലെ വൈകുന്നേരം വരെ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ആ കണക്കുകൾ ഇനിയും വന്നു ചേരാനുണ്ട്. 586 വീടുകൾ ഭാഗികമായും 21 വീടുകൾ പൂർണ്ണമായും തകർന്നു എന്ന വിവരമാണ് നമുക്ക് പ്രാഥമികമായി റവന്യൂവിന് ലഭ്യമായിട്ടുള്ള അറിവുകൾ വെച്ച് ബോധ്യപ്പെടുന്നത്. എന്നാൽ ഇന്നലെ രാത്രിയുടെ കണക്ക് കൂടി വരുമ്പോൾ അത് കുറെ കൂടി വർദ്ധിക്കും എന്ന വിധത്തിലും കരുതുന്നുണ്ട്. നാശനഷ്ടങ്ങളുടെ ഭാഗമായിട്ടുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള പരിശോധനയും സ്വാഭാവികമായിട്ടും റവന്യൂവിലെ പരാതി ലഭ്യമാകണം, സ്ഥലം പരിശോധിക്കണം, തുടർന്ന് LSTDയുടെ എഞ്ചിനീയർമാർ നഷ്ടപരിഹാരം നിശ്ചയിക്കണം. ആ നടപടിക്രമങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്.